തരാം. അതിപ്പോൾ കയറി തരാം. ഷൂട്ട് കിടക്കാൻ എടുത്തരാം. ഫ്രെയിം കഴിഞ്ഞിട്ട് വന്നാൽ മതിയല്ലോ. അത് കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് വിളിച്ചാൽ മതിയേ. അതുപോലെ ഫോൺ ഡിസ്പ്ലേ പോയി അപ്ഡേറ്റ് ചെയ്തപ്പോഴേ. പ്രൊഡ്യൂസർ സംസാരമെല്ലാം കേട്ടായിരുന്നു. സംസാരിച്ചത് കേട്ടായിരുന്നു. ആണോ? ശരി. രേജല്ലേ? ഓ, പേരെങ്ങനെ? അല്ലേ, അത് തരാനോ? ആണല്ലേ? ഇവിടെ പേര് ഗോപികൃഷ്ണനുണ്ടല്ലോ. ഗോപികൃഷ്ണനായിട്ട് ഞാനിപ്പം എൻ്റെ മോനായിട്ട് അവനെ അഭിനയിച്ചത്. ഗോപികൃഷ്ണൻ പയ്യനെ അറിയില്ലേ? അവനിപ്പം ഗോപികൃഷ്ണൻ പയ്യനുണ്ട്. അവനിപ്പം എന്നോട് ഒരു പടത്തിൽ അഭിനയിച്ചായിരുന്നു. അവനിപ്പം എൻ്റെ പടത്തിൽ അപ്പം അവനെ കാണാം കേട്ടോ. കേട്ടെ കേട്ടെ. കുറച്ച് ബാക്ക് ശംഭു. ബുക്ക് എവിടെ ആയിരുന്നു? ഞാൻ കുറച്ചൊരു ഒരാൾ ഉണ്ടായി. റെഡി? Action. Correct answer. Cut it. അത് മാത്രം എടുക്കാം, ഷിഫ്റ്റ് ചെയ്തിട്ട്. ഈ പേപ്പർ ഒന്ന് കുറച്ച് खाना खाएगा
വളരെയധികം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞാൻ സിനിമയൊക്കെ എന്ന് പറയുന്നത് നമ്മൾ ടി വി കണ്ട് അപ്പം നേരിട്ട് വന്നിട്ട് ഒരു ഷൂട്ട് കാണുക, അല്ലെങ്കിൽ ആ ഡയറക്ടറിന്റെ, ഈ സിനിമയുടെ പേര് ഗാങ്സ്റ്റർ ഓഫ് സുകുമാരക്കുറുപ്പ് എന്നാണ്. ആ സിനിമയിലാണ് എനിക്കൊരു ചെറിയൊരു വേഷം ചെയ്യാൻ ചാൻസ് കിട്ടിയത്. അപ്പം ഡയറക്ടറിന്റെ കൂടെയും ഒക്കെ നിൽക്കുന്ന, അപ്പം ആ ഒരു എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞാൽ വളരെയധികം ഒട്ടും ലിയോനോ അത്രയും നല്ലൊരു, എനിക്കത് എങ്ങനെ പറഞ്ഞ് ബോധിപ്പിക്കണമെന്ന് അറിയില്ല, അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ഇവിടെ എല്ലാവരെയൊക്കെ കണ്ടു, സംസാരിച്ചു. തീർച്ചയായിട്ടും ഇവിടെ എന്താ പറയുക, നല്ലൊരു റോള് ചെയ്യാൻ എനിക്ക് സാധിക്കുമെന്ന്, നല്ലൊരു റോൾ എനിക്ക് തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇനി വരും ദിവസങ്ങളിൽ അതിൻ്റെ ഒരു ഷൂട്ടും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് ഞാൻ തീർച്ചയായിട്ടും എന്നെ കൊണ്ട് കഴിയും, ഞാൻ വലിയ അഭിനേതാവാന്ന് ഞാൻ പറയുന്നില്ല, എന്നെ കൊണ്ട് കഴിയുന്ന എത്രത്തോളമാണോ അത് ഞാൻ തീർച്ചയായിട്ടും ഈ സിനിമയിൽ എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന എത്രത്തോളമാണോ അത് ഞാൻ തീർച്ചയായിട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇല്ല, ടെൻഷനൊന്നുമില്ല. കാര്യം ഞാൻ അങ്ങനെ പറഞ്ഞില്ല, എനിക്ക് ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് എനിക്ക് അതിൽ ടെൻഷൻ വെക്കേണ്ട കാര്യമില്ല. സോ എനിക്ക് സിനിമ എന്ന് പറയുന്നത് എനിക്കൊരു ഭയങ്കര പ്രിയപ്പെട്ട ഒരു സംഭവമാണ്. ഇപ്പം ഷെഫുകാരനെ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡാണ് സിനിമ. അപ്പം തീർച്ചയായിട്ടും സിനിമ എന്ന് പറയുന്നത് എനിക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അതുകൊണ്ട് എനിക്കതിൽ ടെൻഷനോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. പിന്നെ ആദ്യത്തെ ചിലതൊക്കെ ചിലപ്പോൾ പ്രശ്നങ്ങൾ വരും, ഫസ്റ്റിലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും കുഴപ്പങ്ങൾ വരുമായിരിക്കും. അത് പക്ഷേ സ്റ്റാർട്ടിങ് ട്രബിളാണ്. അത് പിന്നെ ഞാൻ എങ്ങനെയെങ്കിലും പരിഹരിച്ച് തീർച്ചയായിട്ടും ഇനി എനിക്ക് സിനിമകൾ കിട്ടുമെന്നൊന്നും ഞാൻ പറയുന്നില്ല വലിയ ഇതാന്ന്. പക്ഷെ ഇനി അങ്ങനെ കിട്ടിയാൽ അതിന് ഞാൻ മാക്സിമം ഞാൻ എന്നെ തന്നെ ഇമ്പ്രൂവൈസ് ചെയ്ത് ഞാൻ നല്ല രീതിയിൽ ചെയ്യും എന്ന് ഞാൻ പറയും. എന്തായാലും ഞാൻ ഇപ്പോൾ പെർസീവ് ചെയ്യുന്നത് ഷെഫാണ്. സിനിമ എന്ന് പറയുന്നത് ഓക്കെ, അത് എനിക്കൊരു വിനോദം എന്ന രീതിയിൽ സിനിമ അതും കൂടെ ചെയ്യാം എന്നുള്ളൊരു ഇതിലാണ്. പാട്ടും എനിക്ക് താല്പര്യമാണ്. സോ അതൊരു വിനോദം പോലെ ചെയ്യാന്നുള്ളത്. ബട്ട് മെയിൻലി ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഷെഫാണ്. പിന്നെ ഇത് രണ്ടും കൂടെ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് നോക്കാം. എനിക്കിപ്പോൾ അതിനെപ്പറ്റി പറയാനുള്ളൊരു ഇതില്ല. എന്നോട്